നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അബിഷ. CSE ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി. തമിഴ്നാട്ടിലെ വിളവൻകോട് നിയമസഭാ മണ്ഡലത്തിൽ 2026 നിയമസഭാ അംഗമായി CSE ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ TT പ്രവീണിന് ദക്ഷിണ കേരള മഹായിടവകയുടെയും മഹായിടവക കമ്മ്യൂണിക്കേഷൻ ബോർഡിന്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സേലം മിഷൻ VBS സേലം കരിമൺതുറൈ CSE മിഷൻ സെന്ററിൽ വെച്ച് മെയ് 5-6 തീയതികളിൽ നടന്നു. VBS കോർഡിനേറ്റർ റവറന്റ് Y ജോൺ വില്യം സേലം മിഷൻ VBS ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം 200-ലധികം കുട്ടികളും VBSൽ പങ്കെടുത്തു. മിഷൻ VBSന്റെ ഭാഗമായി ഹിന്ദി റീജിയനിൽ നിന്നുള്ള മിഷണറിമാരുടെ VBS ട്രെയിനിംഗ് മെയ് 21-22 തീയതികളിൽ LMS വിമൺ സെന്ററിൽ വെച്ച് നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 75-ലധികം മിഷണറിമാർ ഇതിൽ പങ്കെടുക്കും. മംഗല്യ 2026 വിവാഹ സഹായ പദ്ധതിക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവക ശ്രീജന സഖ്യം സംഘടിപ്പിക്കുന്ന മംഗല്യ 2026 പദ്ധതിയുടെ ഭാഗമായി വിവാഹിതരാകാൻ താല്പര്യമുള്ള യുവതികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. മാതാപിതാക്കൾ ഇല്ലാത്തവർ, രോഗികളായ മാതാപിതാക്കൾ ഉള്ളവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർ സഭാ ശുശ്രൂഷകന്റെയും ഡിസ്ട്രിക്ട് ചെയർമാന്റെയും ശുപാർശ സഹിതം 2026 ജൂൺ 15 മുമ്പായി മഹായിടവക ശ്രീജന സഖ്യ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. മംഗല്യ 2026 പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും സഹകരിക്കണമെന്നും പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നം സഫലമാക്കുന്നതിനായി കുടുംബ രൂപീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക. പദ്ധതിയുടെ ഭാഗമായി ജൂലൈ 19 മംഗല്യ ഞായറായി ആചരിക്കുകയും ബോക്സ് കളക്ഷൻ, മേശമേൽ കാണിക്ക, രസീത് കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്രമപ്രകാരം നടത്തും. ഇതുവരെ മംഗല്യ പദ്ധതിയിലൂടെ രൂപീകൃതമായത് 101 കുടുംബങ്ങളാണ്. 220-ാം റവറന്റ് വേദമാണിക്യം റിങ്കിൾ ടോപെ ദിനാചരണത്തോടനുബന്ധിച്ച് 2026 മെയ് 16 ശനിയാഴ്ച യുവജന സെമിനാറും പൊതുസമ്മേളനവും LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും ഇടപെടലിലൂടെയും തെക്കൻ തിരുവിതാംകൂറിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, ആത്മീയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. തദ്ദേശ മിഷണറിയായും പട്ടക്കാരനുമായ തിരുവിതാംകൂറിലെ റവറന്റ് വേദമാണിക്യം മഹാരാസന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ദിവസം റവറന്റ് വേദമാണിക്യം റിങ്കിൾ ടോബെ ദിനമായി ആചരിക്കുന്നത്. 2026 മെയ് 16 തീയതി രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സെമിനാറും പൊതുസമ്മേളനവും നടക്കുന്നു. ഈ സമ്മേളനത്തിൽ 2025-2026 അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്നതിനോടൊപ്പം ദളിത് വിഭാഗത്തിലെ സഭാ കമ്മിറ്റി അംഗങ്ങൾ, കപ്പ്യാർമാർ, സംഘടനാ ഭാരവാഹികൾ, ഔദ്യോഗിക ഭാരവാഹികൾ, ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിമാർ, സഭാ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച വൈദികർ, കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ആദരിക്കുകയും ചെയ്യുന്നു. എല്ലാ വൈദികരും സഭാ ശുശ്രൂഷകരും അന്നേ ദിവസം സ്ഥാനവസ്ത്രം ധരിച്ച് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുക. കൂടാതെ സഭാ വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുക്കാൻ അറിയിക്കുന്നു. CSE ദക്ഷിണ കേരള മഹായിടവക ജീവകാരുണ്യ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ അനാഥരെയും ഭിന്നശേഷിക്കാരെയും സ്വയം രക്ഷ നേടുന്ന യൗവനക്കാരെയും സന്ധിക്കുന്ന ഹോമുകൾ, സ്പെഷ്യൽ സ്കൂൾ, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നിവയും പ്രവർത്തിച്ചു വരുന്നു. വിദേശ ഫണ്ടിംഗ് പൂർണ്ണമായും നിർത്തലാക്കിയ സാഹചര്യത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സഭയിലെ വിവിധ ആഘോഷങ്ങൾ, ജന്മദിനം, വിവാഹ വാർഷികം, പ്രിയപ്പെട്ടവരുടെ സ്മരണദിനം, മറ്റു വിശേഷങ്ങൾ എന്നിവ ജീവകാരുണ്യ സമിതിയുടെ സ്ഥാപനത്തിലെ അംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. CSE ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സമിതിയിലെ സ്ഥാപനങ്ങളാണ് ബാലികാ മന്ദിരം പാറശാല, വിൽസ് ഗേൾസ് ബോർഡിംഗ് ഹോം, കൃപാലയം CE ഹോം ആനാട്, കരുണാലയം CE ഹോം പാറശാല, ഹോപ്പ് ഹൗസ് പാറശാല, പ്രത്യാശ ഹോം തിരുവനന്തപുരം, ഡേ കെയർ സെന്ററുകൾ, CRD ഹോം തുടങ്ങിയവയൊക്കെ. ഈ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ CSE ദക്ഷിണ കേരള മഹായിടവക ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് അറിയിക്കുന്നു. CSE B.Ed കോളേജ് പാറശാലയിൽ 2026 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. B.Ed കോഴ്സുകളിൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 12 15 02 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദക്ഷിണ കേരള മഹായിടവകയിലെ യുവ കുടുംബങ്ങൾക്കിടയിൽ ദൃഢമായ ക്രിസ്തീയ കൂട്ടായ്മയും സൗഹൃദവും നിലനിർത്തുന്നതിനും ബൈബിൾ പഠന ക്ലാസുകൾ നടത്തുന്നതിനും യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വളരുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ പരിരക്ഷിക്കുന്നതിനും സഭയുടെ ദൗത്യത്തിൽ പങ്കാളികളാക്കുന്നതിനും യുവ കുടുംബങ്ങളെ സജ്ജമാക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളാണ് യങ് ഫാമിലി ഫെലോഷിപ്പ്.
ദക്ഷിണ കേരള മഹായിടവക യങ് ഫാമിലി ഫെലോഷിപ്പ് ആരംഭിക്കുകയും സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നു. മഹായിടവകയിലെ എല്ലാ സഭകളിലും ശാഖാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അവയെ ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മഹായിടവക ഫാമിലി ഫെലോഷിപ്പിന്റെ പ്രഥമ ലക്ഷ്യം. ഇതുവരെ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്ത സഭകളിൽ വരുന്ന ആഴ്ചകളിൽ തന്നെ പുതുതായി സംഘടനകൾ രൂപീകരിച്ച് മഹായിടവക ബോർഡ് ഫോർ യങ് ഫാമിലി ഫെലോഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ അറിയിക്കുന്നു. സഭയിലെ യങ് ഫാമിലി പൊതുയോഗത്തിൽ നിന്ന് 2026 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കും കൂടാതെ 8 പേരെ കമ്മിറ്റി അംഗങ്ങളായും അങ്ങനെ ആകെ 12 പേരെ തിരഞ്ഞെടുക്കുക. ഇതിൽ 4 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം. അസോസിയേറ്റ് പ്രസ്ബിറ്റർമാരും സഭാ സെക്രട്ടറി, സഭാ അക്കൗണ്ട് എന്നിവർ കമ്മിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. മഹായിടവക രജിസ്ട്രേഷൻ അവസാന തീയതി 2026 ജൂൺ 30 വരെ ആയിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് ഒരു കുടുംബത്തിന് 100 രൂപ എന്ന നിലയിലാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.